Good morning students, welcome to A Dream Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഓൾറെഡി വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ്, എക്സ്പ്രഷൻസ്, സാധാരണ നമ്മൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഫ്രേസസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസ് അവർ സെൽഫ്സ് ഇൻഫോർമലി വിത്ത് അവർ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ക്ലാസ്മേറ്റ്സ്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട്, ക്ലാസ്മേറ്റ്സുമായിട്ടൊക്കെ ഇൻഫോർമലായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ അവരോട് കോൺവെർസേഷൻ നടത്താം. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ളതൊക്കെ ഇൻഫോർമൽ വരുന്നതാണ്. ഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓഫീസ് സ്ട്രക്ചറിൽ വരുമ്പോൾ, നമ്മുടെ സുപ്പീരിയറുമായിട്ട് സംസാരിക്കുമ്പോൾ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംസാരിക്കുമ്പോൾ, അതൊക്കെയാണ് നമ്മൾ ഫോർമൽ എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ തിക്കസ്റ്റ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ടൈമിൽ അതെല്ലാം ഇൻഫോർമൽ സിറ്റുവേഷൻസാണ്. അത്തരത്തിലുള്ള ഇൻഫോർമൽ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഈ ചാപ്റ്ററിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്രസ് അവർ സെൽഫ് ഇൻഫോർമലി വിത്ത് അവർ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ക്ലാസ്മേറ്റ്സ് എക്സെട്ര. ദെൻ നെക്സ്റ്റ്, ഇതിലൂടെ ഈ ഒരു ചാപ്റ്ററിൽ കുറേ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഡെയിലി നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന വാക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസും തന്നെയാണ് ഇതിലും കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട് കോൺവെർസേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട് ഇൻ ദ പാസ്റ്റിൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു കലയായിട്ട് കണ്ടിരുന്നു. കാരണം അന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ അന്ന് ഇങ്ങനെ ഓരോ സോഷ്യൽ ഗ്യാതറിങ് വരുന്ന സമയങ്ങളിൽ അന്നേരം അവിടെ ഒരാൾ ഷൈൻ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അയാൾക്ക് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഓരോ ഇൻസിഡൻസ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലി സർക്കിളിൽ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉണ്ടായിരിക്കും. അവരൊരു നോട്ടഡ് പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം ഇന്ന് നമ്മൾ ത്രൂ ഔട്ട് കമ്മ്യൂണിക്കേഷനിലാണല്ലേ, നമ്മുടെ മോർണിംഗ് ടു നൈറ്റ് നമ്മൾ ടെക്സ്റ്റിംഗ് ആയിട്ടും ചാറ്റിംഗ് ആയിട്ടൊക്കെ നമ്മൾ കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നതാണ്, നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാൻ കാരണം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കൂടി വെൻ വി റീച്ച് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് നമ്മൾ ചെന്നുപെടാം. നമ്മൾ അബ്രോഡിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആവശ്യാർത്ഥോ ഹയർ സ്റ്റഡീസിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ പീപ്പിൾ സംസാരിക്കുക ഇന്ന് മെജോറിറ്റി ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് തരുന്ന ഒരു ടിപ്പും കൂടിയാണ് ഈ ഒരു യൂണിറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ വിഷ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ അഭിവാദ്യം ചെയ്യുക, എങ്ങനെയാണ് നമ്മളൊരു കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിൽ ഒരു എക്സാമ്പിൾ, ഒരു കോൺവെർസേഷന്, ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ തുടങ്ങുന്നത്, ഹലോ രാജ്, വെൽക്കം പ്രശാന്ത്, ടേക്ക് എ സീറ്റ്. അപ്പോൾ ഹലോ രാജ്, അപ്പോൾ വെൽക്കം പ്രശാന്ത്, ടേക്ക് എ സീറ്റ്. വെൽക്കം പ്രശാന്ത്, ഇരിക്കൂ എന്ന് പറഞ്ഞു. യു സ്റ്റാർട്ടഡ് മീ, നീ എന്നെ നെറ്റിച്ചു കളഞ്ഞു. രാജ്, വെൻ ഡിഡ് യു ഗ്രോ സച്ച് ലോങ് ഹെയർ, യു ലുക്ക് ലൈക്ക് വൺ ഓഫ് ദോസ് അൻഷ്യന്റ് സേജസ് ലിവിങ് ഔട്ട് ഇൻ ദ ജംഗിൾസ്. നീ എന്നെ നെറ്റിച്ച് കളഞ്ഞു, നിന്നെ കണ്ടിട്ട് പണ്ട് കാലങ്ങളിൽ കാട്ടിലൂടെയൊക്കെ പോയിരുന്ന ഏതോ സേജിൻ്റെ അല്ലെങ്കിൽ സന്യാസിയുടെ പോലെ തോന്നുന്നു, എൻ്റെ ഹെയർ അത്രത്തോളം വളർന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് രാജ് പറയണം, വെദർ ഐ ലുക്ക് സേജ് ഓർ നോട്ട് ഈസ് ഡിബേറ്റബിൾ. ഞാൻ സേജാണോ അല്ലയോ എന്നതൊരു സംവാദത്തിനുള്ള വിഷയമാണ്, അതവിടെ ഇരിക്കട്ടെ. ദാറ്റ് ന്യൂ ഡൽഹീസ് ജംഗിൾ ഈസ് നോട്ട്. ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു കാട് തന്നെയല്ലേ, റൈറ്റ്? കം ഓൺ ടെൽ us ഗുഡ് ഓൾഡ് മുംബൈ വിച്ച് ഐ മിസ് സോ മച്ച്. നമുക്ക് നമ്മുടെ ഓൾഡ് മുംബൈനെ കുറിച്ച് പറയാം, ഞാനത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫസ്റ്റ് ട്യൂർ കോഫി. പക്ഷേ ആദ്യം നമുക്ക് ട്യൂർ കോഫി, ചായയോ കാപ്പിയോ. ഇതൊരു ഇൻഫോർമൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ
ടു ഫ്രണ്ട്സ് അല്ലെ രണ്ട് തിക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ രണ്ട് ഓൾഡ് ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു ഇൻഫോർമൽ കോൺവെർസേഷനാണ്. അവർ ആഫ്റ്റർ എ ലോങ് ടൈം മീറ്റിംഗ് ആണ്. രണ്ട് ഓൾഡ് ഫ്രണ്ട്സ് വളരെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു മീറ്റിംഗ് കാണുന്ന സമയത്തുള്ള ഒരു ഇൻഫോർമൽ കോൺവെർസേഷനാണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിലെ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് ഹലോ എന്നാണ് അല്ലേ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിഷയം ഹലോ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺലി യൂസ്ഡ് ഗ്രീറ്റിംഗ് എമംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു കോമൺ ഗ്രീറ്റിംഗ് എന്നാണ് ഹലോ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കോൺവെർസേഷൻ കണ്ടാൽ നിങ്ങൾക്ക് സാധിക്കും ഇതിൽ ഫിസിക്കൽ അപ്പിയറൻസ്, രാജിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചിട്ട് ഇവിടെ സുശാന്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസി നമുക്ക് ഈ ഒരു കോൺവെർസേഷനിലൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ അറ്റ് ദ എൻഡിൽ വരുമ്പോൾ ഇവിടെ ബട്ട് ഫസ്റ്റ് യുവർ കോഫി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. ശരിക്കും ഇത് ബട്ട് ഫസ്റ്റ് യുവർ കോഫി എന്നുള്ള വിൽ യു ഹാവ് എ ടീ ഓർ കോഫി എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് ചായയാണോ കോഫിയാണോ വേണ്ടത്. പക്ഷേ ഇതൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടും ഇതൊരു ഇൻഫോർമൽ സിറ്റുവേഷൻ ആയതുകൊണ്ടും ഇവിടെ നമ്മൾ ഹാഫ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഹാഫ് ഫ്രൈസസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇൻഫോർമൽ കോൺവെർസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇൻഫോർമൽ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഹാഫ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഹാഫ് ഫ്രൈസസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഫേസ് ടു ഫേസ് ആയിട്ടാണ് കോൺവെർസേഷൻ നടക്കുന്നത്. ആ സമയത്ത് മോസ്റ്റ് ഓഫ് ദ കോൺവെർസേഷൻ നമുക്ക് അണ്ടർസ്റ്റുഡ് ബൈ ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ജസ്റ്റേഴ്സ്. ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയും ജസ്റ്റേഴ്സിലൂടെയും കോൺവെർസേഷൻ അവിടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത്, വിൽ യു ഹാവ് എ ടീ ഓർ കോഫി എന്ന് നീട്ടി പരത്തി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബട്ട് ഫസ്റ്റ് ടീ ഓർ കോഫി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ടീ ഓർ കോഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മീനിങ് അണ്ടർസ്റ്റുഡാണ്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ഇതേപോലത്തെ വേറെ സെയിം എക്സാമ്പിൾ ഓഫ് കോൺവെർസേഷൻ നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. ആ കോൺവെർസേഷൻ നോക്കൂ. ഹൗ ആർ യു ദിസ് മോർണിംഗ് സർ? എങ്ങനെയുണ്ട് രാവിലെ? ഓൾ റൈറ്റ്, താങ്ക് യു. ആൻഡ് ഹൗ ആർ യു? ശരി, ഓക്കെയാണ്. ഹൗ ആർ യു തിരിച്ചും ചോദിച്ചു. ഫൈൻ, ഹിയർ ആർ സം ന്യൂ അറൈവൽസ്. യു വുഡ് റിയലി ബി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ന്യൂ ബുക്ക് ബൈ പർനൂക്ക്. ഇവിടെ കുറച്ച് അറൈവൽ പുതിയ ബുക്കുകൾ വന്നിട്ടുണ്ട്. പർനൂക്ക് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ന്യൂ അറൈവൽസ് എത്തിയിട്ടുണ്ട്. Thank you very much. I read his Nobel Prize speech and I am really eager to read all his work. Thank you very much. ഞാൻ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് സ്പീച്ച് വായിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് വായിക്കാൻ ഐ ആം വെരി ഈഗർ ടു നോ എന്ന് പറയാം. അപ്പോൾ ഇതും ഈ ഒരു കോൺവെർസേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. തികച്ചും ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് ഒരു ലൈബ്രറിയനും ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പുള്ള ഒരു മെമ്പറും തമ്മിലുള്ള കുറച്ചും കൂടി ഒരു ഫോർമലായിട്ടുള്ള ഒരു കോൺവെർസേഷനാണിത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ ഇവിടുത്തെ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് ഹൗ ആർ യു എന്നാണ്. ഹൗ ആർ യു എങ്ങനെയുണ്ട്? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഓൾ റൈറ്റ്, തിരിച്ചും ഹൗ ആർ യു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈബ്രറിയൻ്റെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈബ്രറിയൻ സംസാരിക്കുന്ന സമയത്തും തിരിച്ച് മെമ്പർ സംസാരിക്കുന്ന സമയത്തും അവിടെ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. തികച്ചും ഓവർ ഫ്രണ്ട്ലി ആവാതെ തികച്ചും ഒരു ഫോർമൽ റിലേഷനിൽ എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുക അതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഗ്രീറ്റിങ്സ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതിൽപ്പെട്ട കുറച്ച് ഗ്രീറ്റിങ്സാണ് ഹൗ ഡു യു ഡു, ഹായ്, ഗുഡ് ഈവനിങ്, ഹലോ സീയിങ് യു ആഫ്റ്റർ ലോങ് ടൈം, ഹലോ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുവാണല്ലോ, നൈസ് ടു സീ യു ആഫ്റ്റർ സോ ലോങ്, വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടതിൽ ഒത്തിരി നന്ദി. ഹായ്, ഇറ്റ് സീൻസ് ഏജസ് സിൻസ് വി മെറ്റ്, ഹൗ ആർ യു, വർഷങ്ങളായി കണ്ടിട്ട് എന്ന് തോന്നുന്നു, ഹൗ ആർ യു, സുഖമായിരിക്കുന്നില്ലേ, ഡിലൈറ്റഡ് ടു സീ യു, കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇതൊക്കെ വളരെ ഒരുപാട് അല്ലെങ്കിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീറ്റിങ്സ് ആണ്. അപ്പോൾ ഹൗ ഡു യു ഡു എന്നതിനുള്ള ഒരു എക്സാമ്പിൾ കോൺവെർസേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ആ ടെക്സ്റ്റിലുള്ള കോൺവെർസേഷനിലേക്ക് ഒന്ന് നോക്കൂ. ഹൗ ഡു യു ഡു മിസ്റ്റർ മെഹ്ത, ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി, ഐ ആം സോറി ഐ ഡിഡ്ന്റ് നോട്ടീസ് യു. അപ്പോൾ ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ അല്ല, ശരിക്കും അതൊരു ഗ്രീറ്റിങ്സ് ആണ്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള ഒരു ഗ്രീറ്റിംഗ് ആണ് ഹൗ ഡു യു ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ഡു യു ഡു തിരിച്ചു അദ്ദേഹം പറഞ്ഞു, ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി, ഐ എം സോറി ഐ ഡിഡ്ന്റ് നോട്ടീസ് യു, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല. വെൽ, ഐ ഹാവ് സീൻ യു ഫോർ ക്വൈറ്റ് സം ടൈം, കുറേ ആയല്ലോ നിന്നെ കണ്ടിട്ട്. വെൽ, ഓൾമോസ്റ്റ് എ വീക്ക് നോ, ഏകദേശം ഒരു വീക്കായി. ഐ വാസ് ഔട്ട് ഓഫ് ടൗൺ, ഞാൻ ഔട്ട് ഓഫ് ടൗണിൽ ഉണ്ടായിരുന്നില്ല.
ഈസ് എവറിത്തിങ്സ് ഓൾ റൈറ്റ് വിത്ത് യു മിസ്റ്റർ മെഹ്ത്ത, എല്ലാം ഓക്കെ അല്ലേ മിസ്റ്റർ മെഹ്ത്ത എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് രണ്ട് നൈബേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഇതും രണ്ട് കോൺവെർസേഷൻ സാധാരണ യൂഷ്വലി കാണുന്ന രണ്ട് നൈബേഴ്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് ആണ് അവിടെ യൂസ് ചെയ്യുന്ന ഗ്രീറ്റിംഗ്. അപ്പോൾ ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ അല്ല, ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് ഹൗ ഡു യു ഡു. അതുപോലെ തന്നെ നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ കൂടി ഹായ് എന്നുള്ള ഗ്രീറ്റിംഗ് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഓഫ് കോൺവെർസേഷൻ കൂടി ടെക്സ്റ്റിലുണ്ട്. നോ ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഹായ്, ഹലോ, വൈ, വാട്ട് ഈസ് ദ മാറ്റർ, നത്തിങ്, കം ഓൺ ഗെറ്റ്സ് ഓഫ് യുവർ ചെസ്റ്റ്, താങ്ക്സ്, ഇറ്റ്സ് നത്തിങ് റിയലി. അപ്പോൾ അയാൾ ഹായ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ സ്റ്റിഫായിട്ടാണ് ഹലോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഓപ്പൺ കോൺവെർസേഷൻ അല്ല. വളരെ സ്റ്റിഫായിട്ട് ഹലോ എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ കോൺവെർസേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ കോൺവെർസേഷന് ആ ടൈമിൽ അദ്ദേഹം അതിന് പറ്റിയിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ അല്ല. വാട്ട്സ് ദ മാറ്റർ, എന്താ കാര്യം, നത്തിങ്, ഒന്നുമില്ല. കം ഓൺ ഗെറ്റ് ഇറ്റ് ഓഫ് യുവർ ചെസ്റ്റ്, പറയൂ, എന്താണെങ്കിലും തുറന്ന് പറയൂ. താങ്ക്സ്, ഇറ്റ്സ് നത്തിങ് റിയലി, ചോദിച്ചതിന് നന്ദി, പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇവിടെ ഹായ് എന്നുള്ളത് വളരെ ഹായ് എന്നുള്ളത് ഫസ്റ്റത്തെ സ്പീക്കർ വളരെ ഡിഫ്യൂസീവായിട്ടാണ് പറഞ്ഞത്. വളരെ ആഗ്രഹത്തോടു കൂടി ഇൻട്രസ്റ്റിങ്ങോടു കൂടി ഹായ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലൂടെ ഹായ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഒരു സ്റ്റിഫായിട്ട് ഹലോ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പേഴ്സൺ അല്ലെങ്കിൽ ലിസണർ ഹലോ എന്ന് വളരെ സ്റ്റിഫായിട്ട് പറഞ്ഞതോടെ അതൊരു ക്ലോസ്ഡ് കോൺവെർസേഷൻ ആയി. അദ്ദേഹത്തിന് ആ കോൺവെർസേഷൻ നീട്ടി പരത്തി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന ഒരു മീനിങ് അതിലിട്ടു. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹലോ എന്നുള്ളതാണ് ഒരു കോമൺലി യൂസ്ഡ് ഗ്രീറ്റിംഗ് എമംഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ഈ ഹലോ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് പല വെറൈറ്റി ഓഫ് ടോണിൽ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഹലോ എന്നുള്ള വാക്കിനെ നമ്മളുടെ പറയുന്ന ഒരാളുടെ ഇമോഷണൽ സ്റ്റേറ്റിനും അപ്പുറത്തുള്ള ആൾ ദ അതർ പേഴ്സൺ ഹു ആർ എൻഗേജിങ് ഇൻ കോൺവെർസേഷൻ, നമ്മളുമായിട്ട് കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്തിട്ടുള്ള അതർ പേഴ്സണും തമ്മിലുള്ള ഇൻറ്റിമസി, അവരുടെ റിലേഷൻഷിപ്പിൽ ഇൻറ്റിമസി എത്രത്തോളം ഉണ്ടോ ആ ഒരു റിലേഷൻഷിപ്പിനെയും പറയുന്ന ആളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ഹലോ എന്നുള്ള ഈ ഒരു ഗ്രീറ്റിങ്ങിനെ പല ടോണിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഓൾഡ് ഫ്രണ്ടിനെ വളരെ കാലത്തിന് ശേഷം കാണുമ്പോൾ ഹലോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി പറയും. അതുപോലെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരാളോട് നമ്മൾ ഹലോ എന്ന് വളരെ സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ പറയും. അതുപോലെ ഒരു മുതിർന്ന ഒരാളോട് നമ്മൾ ഓഫീസിലെ സുപ്പീരിയർ അടുത്ത് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് അടുത്തൊക്കെ നമ്മൾ ഹലോ എന്ന് യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹലോ എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് ഗ്രീറ്റിംഗ് എമംഗ് ഫ്രണ്ട്സ് എന്നാണ്. അതുപോലെ തന്നെ ഹായ് എന്നുള്ളതും ഹലോ എന്നുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഹായ് എന്നാണ്. ഹായ് ആണ് കുറച്ചും കൂടി ഇൻഫോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്രീറ്റിംഗ് ദാൻ ഹലോ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് greeting, and the next classes we will discuss the another portion. നെക്സ്റ്റ് പെറി അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബോബ് പറയാണ്, വെൽ ഐ ആം ഇൻ ഹറി, ഐ ജസ്റ്റ് കെയിം ടു ആസ്ക് യു മിസ്സസ് ധവാൻ ആൻഡ് ഗൗതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് അറൈവലിൻ്റെ എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് ബോബ് പറയാണ് ഇവിടെ. വെൽ ഐ ആം ഇൻ ഹറി, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഐ ജസ്റ്റ് കെയിം ടു ആസ്ക് യു മിസ്സസ് ധവാൻ ആൻഡ് ഗൗതം, ഞാൻ പറയാൻ വന്നത് മിസ്സസ് ധവാൻ ആൻഡ് ഗൗതം നിങ്ങളെ എന്തിനാണോ വന്നതെന്നുള്ളത് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് അറൈവൽ പറയാതെ പെട്ടെന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ തുടങ്ങുകയാണ് ബോബ്. അപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടും ഉണ്ട്, തിരക്കുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു കോൺവെർസേഷനിൽ അദ്ദേഹം അതിൻ്റെ അദ്ദേഹം ലീവ് ചെയ്യാൻ നിൽക്കുകയാണ്, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഫ്രേസാണ് വെൽ ഐ എം ഇൻ ഹറി, ഞാൻ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരത്തെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് തടഞ്ഞുകൊണ്ട് ബെറി പറയാണ് സൊണാലി ഈസ് ദ നെയിം. അപ്പോൾ ഈ ഒരു മിസ്സസ് ധവാൻ എന്നുള്ളൊരു ഫോമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അപ്പോൾ അങ്ങനെ ഫോമലായിട്ട് വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറയാണ് സൊണാലി ഈസ് ഹെർ നെയിം. വൈഫിൻ്റെ പേര് സൊണാലി എന്നാണ്. യു ക്യാൻ കോൾ ഹർ ഫസ്റ്റ് നെയിം, സൊണാലി എന്ന് തന്നെ അഡ്രസ്സ് ചെയ്യാം. കാരണം മിസ്സസ് ധവാൻ എന്ന് പറയുമ്പോൾ അതൊരു ഫോമൽ ടോണിലേക്ക് വന്നു. അപ്പോൾ ബെറി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രണ്ട് ടു ഫ്രണ്ട് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അതൊരു ഇൻഫോർമൽ കോൺവെർസേഷനാണ്. അതേസമയം ബോബ് ഒരു ഫോമൽ കോൺവെർസേഷനിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോബ് പറയണം ഓൾ റൈറ്റ്, ശരി. I should be delighted if both of you and Gautam
കം ടു മൈ പാർട്ടി നെക്സ്റ്റ് സാറ്റർഡേ. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ ഒരു പാർട്ടി ഉണ്ട്, അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് ആക്ച്വലി ആര് വന്നിട്ടുള്ളത്, ബോബ് വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേയിൽ ഒരു പാർട്ടി ഉണ്ട്, ആ പാർട്ടിയിലേക്ക് നിങ്ങളുടെ രണ്ടുപേരെയും ഗൗതത്തിനെയും ഇൻവൈറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഷുഡ് ബി ഡിലൈറ്റഡ് ഇഫ് ബോത്ത് ഓഫ് യു ഗോ ആൻഡ് ഗൗതം കുഡ് കം ടു മൈ പാർട്ടി നെക്സ്റ്റ് സാറ്റർഡേ. അപ്പോൾ ഐ ഷുഡ് ബി ഡിലൈറ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈസ് ഇവിടെ ഐ ഷുഡ് ബി ഡിലൈറ്റഡ്, ഞാൻ വളരെ സന്തോഷവാനാകും ഇഫ് യു വിൽ കം ടു മൈ പാർട്ടി, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഐ ഷുഡ് ബി ഡിലൈറ്റഡ് എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈസാണ് ഇത്, ഐ ഷുഡ് ബി ഡിലൈറ്റഡ് എന്നുള്ളത്. അപ്പോൾ അതിന് ബെറി റെസ്പോണ്ട് ചെയ്യാണ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് സൊണാലി, യു സേ ഷീ മേ ഹാവ് ടു വിസിറ്റ് ഹെർ എയിലിംഗ് ഓൺ ദാറ്റ് ഇവനിങ് ആൻഡ് ഗൗതംസ് എവേ അറ്റ് അലഹബാദ് ബട്ട് ഐ വിൽ കം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോബിൻ്റെ ഇൻവിറ്റേഷനോട് ഇദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് സൊണാലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനാവില്ല, കാരണം എന്താണ്, ഷീ മേ ഹാവ് ടു വിസിറ്റ് ഹെർ എയിലിംഗ് ഓൺ ദാറ്റ് ഇവനിങ്, നെക്സ്റ്റ് സാറ്റർഡേ ഇവനിങ്ങിൽ സൊണാലിക്ക് അവരുടെ വയ്യാത്ത സുഖമില്ലാത്ത ആൻറ്റിനെ വിസിറ്റ് ചെയ്യാൻ പോവേണ്ടതുണ്ട്. ആൻഡ് ഗൗതം അറ്റ് അലഹബാദ്, ഗൗതം അന്ന് അലഹബാദിലുമായിരിക്കും, പക്ഷേ ഷുവർ ഐ വിൽ കം, ഞാൻ എന്തായാലും വരും. അപ്പോൾ ബോബിൻ്റെ ഈ ഒരു ഇൻവിറ്റേഷനെ ഇവിടെ ഫസ്റ്റ് ഡിക്ലൈൻ ചെയ്തു, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്തു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് സൊണാലി എന്നുള്ളത് വളരെ പൊളൈറ്റായിട്ട് ഒരു എക്സ്ക്യൂസ് ചെയ്തു അല്ലേ, ആ ഒരു ഇൻവിറ്റേഷനെ എങ്ങനെ സൊണാലിക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് സൊണാലി. അപ്പോൾ സൊണാലി ആ സമയത്ത് പറയാണ്, ഐ എം സോറി മൈ ആൻഡ് ഹാസ് നോട്ട് ബീൻ കീപ്പിംഗ് ടു വെൽ ലേറ്റ്ലി, ഐ എം സോറി, അപ്പോളജൈസ് ചെയ്യാണ്, ഈ ഒരു ഇൻവിറ്റേഷനെ റെഫ്യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്നതിന് ഒരു അപ്പോളജി എന്നുള്ള രീതിയിൽ പറയാണ്, ഐ എം സോറി മൈ ആൻഡ് ഹാസ് നോട്ട് ബീൻ കീപ്പിംഗ് ടു വെൽ ലേറ്റ്ലി, എൻ്റെ ആൻറ്റി കുറച്ചായിട്ട് വയ്യ, അതുകൊണ്ട് എനിക്ക് കാണാൻ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ബോബ് റെസ്പോണ്ട് ചെയ്യാണ്, വാട്ട് എ പിറ്റി, സങ്കടകരമായ ഒരു കാര്യമാണ്, ഐ ഹോപ്പ് ഷീ ഗെറ്റ് വെൽ സൂൺ, വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ടേക്കിംഗ് എ ലീവ്, നമ്മളൊരു കോൺവെർസേഷനിൽ നിന്നും പിന്മാറുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർജൻറ്റ് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അതിൽ നിന്നും ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാതെ അതിൽ നിന്നും പിന്മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈസാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്, വെൽ ഐ മീൻ ഹറി, ഞാൻ കുറച്ച് തിരക്കിലാണ്. അതുപോലത്തെ കുറച്ച് വേറെയും യൂസ് ചെയ്യുന്ന യൂഷ്വലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രൈസസ് ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അതുപോലത്തെ കുറച്ച് സം അതർ വേസ് ഓഫ് ടേക്കിംഗ് ലീവ്, അല്ലെങ്കിൽ ലീവ് ടേക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യേണ്ട കുറച്ച് ഫ്രൈസുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് നോക്കും. അപ്പോൾ ഇതിൽ ഹി ഹാസൻറ്റ് കം യെറ്റ്, ഐ തിങ്ക് ഐ ഷുഡ് ലീവ്, ഫസ്റ്റ് സ്പീക്കർ പറയാണ്, ഇതുവരെ അദ്ദേഹം വന്നിട്ടില്ല, ഞാൻ വിചാരിക്കുന്നു ഐ ഷുഡ് ലീവ്, ഞാൻ പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ഹോസ്റ്റ് അതിൽ റെസ്പോണ്ട് ചെയ്യാണ്, ഡു സിറ്റ് ഫോർ എ ലിറ്റിൽ വൈൽ മോർ, യു ഹാവ് വെയിറ്റഡ് ഫോർ സോ ലോങ്, ഹി ഷുഡ് ബി ബാക്ക് എനി മിനിറ്റ്, ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്, നിങ്ങൾ ഏതായാലും ഇത്രയും സമയം വെയിറ്റ് ചെയ്തല്ലോ, അദ്ദേഹം ഏത് മിനിറ്റും വേണമെങ്കിൽ തിരിച്ചു വരാം, കുടിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്പീക്കർ അതിന് റെസ്പോണ്ട് ചെയ്തു, നോ താങ്ക്സ്, വേണ്ട. ദെൻ ഹോസ്റ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഡിഡ് ഹി നോ യു വർ കമ്മിങ്, അദ്ദേഹത്തിന് അറിയോ നിങ്ങൾ വരുന്നുണ്ടത് എന്നറിയോ? അപ്പോൾ ഫസ്റ്റ് സ്പീക്കർ പറയുന്നു, നോ, ഐ തോട്ട് ഐ വുഡ് ടേക്ക് എ ചാൻസ്, ഐ വിൽ ഗോ നോ, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വിചാരിച്ചു വന്നാൽ കാണാമെന്ന് വിചാരിച്ചു, ഐ വിൽ ഗോ നോ, ഞാനിപ്പോൾ പോകാം. ഐ വിൽ ടെൽ ഹിം യു കെയും, നിങ്ങൾ വന്നതായിട്ട് ഞാൻ പറയാം. വുഡ് യു ലൈക്ക് ടു റൈറ്റ് ഡൗൺ എ മെസ്സേജ്, എന്തെങ്കിലും മെസ്സേജ് എഴുതണോ? അപ്പോൾ തിരിച്ച് പറയുന്നു, നോ ഐ വിൽ കോൾ ലേറ്റർ, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക്സ്, ഐ മസ്റ്റ് ലീവ് നോ, എനിക്ക് എന്തായാലും പോയേ പറ്റും. ഇറ്റ്സ് ഗെറ്റിംഗ് ലൈറ്റ്, യു ഹാവ് എ ലോങ് വേസ് ടു ഗോ, അപ്പോൾ വൈകിക്കൊണ്ടിരിക്കുക, ലേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ ദൂരം പോവേണ്ടതായിട്ടുണ്ട്. യെസ്, ഹോപ്പ് യു ഗെറ്റ് വെൽ സൂൺ, നിങ്ങൾ ശരിയായിരിക്കട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ് ടു സീ മീ, കാണാൻ കഴിഞ്ഞതിൽ, എന്നെ കാണാൻ വന്നതിൽ താങ്ക് യു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലും നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ടേക്കിംഗ് എ ലീവ് ഫ്രം എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷനിൽ നിന്നും നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതെങ്ങനെ പറയാം, നമുക്കതെങ്ങനെ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന ഫ്രൈസാണ് ഹി ഹാസ് ഇൻ കം യെറ്റ്, ഐ തിങ്ക് ഐ ഷുഡ് ലീവ്, അദ്ദേഹം വന്നിട്ടില്ല, ഐ തിങ്ക് ഐ ഷുഡ് ലീവ്, ഞാൻ പോകണം. അതുപോലെ തന്നെ ഐ വിൽ ഗോ നോ, എനിക്ക് പോകാം, ഞാനിപ്പോൾ പോകുകയാണ്. നോ ഐ വിൽ കോൾ ലേറ്റർ, താങ്ക്സ് ഐ മസ്റ്റ് ലീവ് നോ, ഞാനിപ്പോൾ തീർച്ചയായിട്ടും
പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഫ്രേസുകൾ നമുക്ക് ഫ്രം എ കോൺവെർസേഷൻ, നമുക്ക് അതിൽ നിന്നും ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കാതെ നമുക്ക് അതിൽ നിന്നും തിരിഞ്ഞ് പോകേണ്ട സമയത്ത് നമുക്ക് ഇത്തരം ഫ്രേസസ് പറഞ്ഞിട്ട് അത് പോകാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് സ്മോൾ ടോക്ക്. അപ്പോൾ നമ്മൾ ഇൻഫോർമൽ കോൺവെർസേഷൻസിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ സ്മോൾ ടോക്ക് എന്നുള്ള ഈ പോർഷൻസിൽ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ പെട്ടാൽ അല്ലെങ്കിൽ 4 ആൾക്കാർ കൂടി നിന്നാൽ തന്നെ നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ. അതാ നമ്മൾ അറിയുന്ന ആളായാലും അറിയാത്തൊരു സ്ട്രേഞ്ചർ ആയാലും നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മുടെയൊക്കെ ഇടയിലുള്ള കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ഓഫ് കോൺവെർസേഷൻ എന്തിനെക്കുറിച്ചായിരിക്കാം നമ്മൾ കോൺവേഴ്സ് ചെയ്യുക, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസാണ് വെതറിനെ കുറിച്ചിട്ട് നമുക്കൊരു അവിടെ ഒരു സംസാരം വരാം അല്ലെങ്കിൽ സ്മോൾ ടോക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ പേഴ്സണൽ മാറ്റേഴ്സ്, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഫുഡ്, നമ്മുടെ ഭക്ഷണം, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, വിനോദം. അപ്പോൾ ഈ വെതർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെതർ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ചൂടാണ്, ഇന്ന് നല്ല ഇന്നലത്തെക്കാട്ടിലും തണുപ്പ് ഇന്നുണ്ട്, അല്ലെങ്കിൽ വേനൽ മഴ വരാറായി, വർഷം വരാറായി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവുന്ന എല്ലാവർക്കും, 1 2 ആരായിരിക്കോട്ടെ, അവർക്കെല്ലാം ആ ഒരു കോൺവെർസേഷനിലേക്ക് അവരുടെ ഷെയർ ഓഫ് ഇൻഫർമേഷൻ വെതറിനെ കുറിച്ചിട്ട് പറയാൻ കഴിയും. അത്തരത്തിലൊരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതാണ് ഒരു വെതറിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെതറിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ടെറിബിളി ഹോട്ട് ഈസ് നിറ്റ്, വളരെ ചൂടാണല്ലേ. ഫസ്റ്റ് സ്പീക്കർ പറയാണ് ടെറിബിളി ഹോട്ട്, നല്ല ചൂടാണല്ലേ, ഈസ് നോട്ട് ഇറ്റ്. അപ്പോൾ സെക്കൻഡ് സ്പീക്കർ പറയാണ് ദ ടെമ്പറേച്ചർ ഹാസ് ടച്ച്ഡ് 42 degrees അക്കോർഡിംഗ് ടു വെതർ റിപ്പോർട്ട് ടുഡേ. അപ്പോൾ ഇന്നത്തെ വെതർ റിപ്പോർട്ട് പ്രകാരം 42 degree ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഫസ്റ്റ് സ്പീക്കർ വീണ്ടും പറയുന്നു വി ആർ ജസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് മെയ് മോർ ദാൻ എ മന്ത് ടു ഗോ. നമ്മളിപ്പോൾ ഏകദേശം മെയ് പകുതിയായിട്ടുള്ളൂ, ഇനി പോവാനുണ്ട്. But the news reports say the monsoon will be early this year. It's expected to hit the Kerala coast around the 28th May. അപ്പോൾ ന്യൂസ് പറയുന്നത് നമ്മുടെ മൺസൂൺ നേരത്തെ വരും, നമ്മുടെ കേരള കോസ്റ്റിന് ഏകദേശം 28 മെയ് ആകുമ്പോഴേക്കും ഹിറ്റ് ചെയ്യും എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പറയുന്നു ഹോപ്പ് ദാറ്റ്സ്, ശരിയായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വെതറിനെ കുറിച്ചിട്ടുള്ള ഒരു സ്മോൾ ടോക്കാണ്, 2 ആൾക്കാർ തമ്മിലുള്ള ഒരു സ്മോൾ ടോക്കാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ വെതറിനെ കുറിച്ച് കോൺവേഴ്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്തരത്തിലുള്ള കോൺവെർസേഷനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ടേൺ ടേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടേൺ ടേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്മൂത്ത് ഫ്ലോ ഓഫ് കോൺവെർസേഷൻ. ഇപ്പോൾ ഒരു കോൺവെർസേഷന് നടക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇപ്പോൾ മിനിമം 2 പേർ തമ്മിൽ കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് സ്പീക്കർ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ രണ്ടാമത്തെ സ്പീക്കർ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് ലിസൺ ചെയ്തിട്ട് തിരിച്ച് അദ്ദേഹത്തോട് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യണം. അപ്പോഴേ ആ ഒരു കോൺവെർസേഷൻ അതിൻ്റെ ഫ്ലോയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ അത് ഇൻറ്ററപ്റ്റിൽ അതവിടെ എൻഡാവും. ഇപ്പോൾ ഒരാൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്, അപ്പുറത്തുള്ള ആൾ ലിസൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതൊരു ബോറിംഗ് കോൺവെർസേഷനായി മാറും. അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുകയാണ്, അപ്പുറത്തുള്ള സെക്കൻഡ് സ്പീക്കർ അത് ലിസൺ ചെയ്യുന്നില്ല, അദ്ദേഹം വേറെ എവിടെയോ ശ്രദ്ധയിലാണെങ്കിലും ആ കോൺവെർസേഷൻ ബോറിംഗ് ആൻഡ് ഇൻറ്ററപ്റ്റ്ലി അത് എൻഡാവും. അപ്പോൾ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് കോൺവെർസേഷന് ടേൺ ടേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്പീക്കർ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് സെക്കൻഡ് സ്പീക്കർ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ആ ഒരു കോൺവെർസേഷൻ ടു ആൻ എൻഡിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വെതറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഒരു കോമൺ ടോക്ക് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് നമുക്ക് സംസാരിക്കാവുന്ന ഒരു വിഷയമാണ് പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു ഓൾഡ് ഫ്രണ്ട്സിനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം കണ്ടാൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കുക നമ്മൾ ഫാമിലി എല്ലാവരെ കുറിച്ചും അവരുടെ ഫാമിലി വെൽഫെയറിനെ കുറിച്ച് ചോദിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ചോദിക്കും. ഒപ്പം തന്നെ നമ്മളുടെ കോമൺ ഫ്രണ്ട് വേറെ ഏതെങ്കിലും കോമൺ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിക്കും. അത് നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അതിനെ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ട് മാറിയെങ്കിലും പക്ഷേ ഇതില്ലാതെ നമുക്ക്
ഇത് ഇങ്ങനത്തെ ഒരു പേഴ്സണൽ മാറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ വിരക്തിയായി പോകും. അപ്പോൾ നമുക്കൊരു ഫിലിം സ്റ്റാറിനെ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഫിലിം സ്റ്റാറിൻ്റെ ജോബിനെക്കാട്ടിലും നമുക്കറിയാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുക ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയാനായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് നമ്മൾ ടോക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഇൻഫർമേഷനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ അതൊരു സ്മോൾ ടോക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാഷ്വൽ കോൺവെർസേഷനിലേക്ക് എത്തും. ഓക്കെ, അതുപോലെ തന്നെ വേറൊന്നാണ് ഫുഡും ഈ പറയുന്ന ഒരു സ്മോൾ ടോക്കിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു കണ്ടൻ്റാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ വളരെ പോപ്പുലറായിട്ടുള്ള റെസ്റ്റോറൻറ്റ് അതിലുള്ള ഒരു ഡിഷ് ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്ത ആൾക്കും അതിനെക്കുറിച്ചിട്ട് പറയാനുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളവിടെ പോയി കഴിച്ചിരുന്നു, അല്ലെങ്കിൽ അത് നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഓരോ സീസണൽ ഫ്രൂട്ട് ഉണ്ടാവും. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട്, മാംഗോ പോലത്തെ സീസണൽ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലൂടെ തന്നെ അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെയും ഈ പറയുന്ന കാഷ്വൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ കോൺവെർസേഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ അതിലൊരു ഫ്രൂട്ട് രണ്ട് നൈബേഴ്സ് തമ്മിൽ ഫ്രൂട്ട് ഷെയർ ചെയ്യുന്ന വഴിയുള്ള ഒരു കോൺവെർസേഷനാണ് അതിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോൺവെർസേഷൻ ഇപ്പോൾ നമ്മൾ രണ്ട് വീടുകൾ, അപ്പോൾ അതിലൊരാൾ അയാളുടെ ഓർക്കാഡിലുണ്ടായിട്ടുള്ള അയാൾ നട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ട് നെക്സ്റ്റ് വീട്ടിലുള്ള ആൾക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് തിരിച്ച് അയാളോട് താങ്ക് യു തന്നതിന് താങ്ക് യു, അതുപോലെ ഇത് എങ്ങനെ ഉണ്ടായതാണ്, ഇത് പഴുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് മൂത്ത് വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് നൊസ്റ്റാൾജിയയും അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ പണ്ട് കാലത്ത് ഇപ്പോൾ മാങ്ങ ആണെങ്കിൽ നമ്മൾ കല്ലെറിഞ്ഞ് പറിച്ചതും ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ മിസ്സാവുന്നു എന്നുള്ള ഒരു നൊസ്റ്റാൾജിക ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ആവുമ്പോൾ അത് വളരെ രസകരമാവുകയും അതൊരു ഹെൽത്തി കോൺവെർസേഷൻ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിലൊരു കോൺവെർസേഷൻ്റെ ഒരു പ്രിൻസിപ്പിളിലേക്കാണ് അത് എത്തി നിൽക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷനിൽ അവിടെ ഒരു കോപ്പറേറ്റീവ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഒരാളൊരു കാര്യം സംസാരിച്ചാൽ അതിനോട് ഒന്ന് പ്ലീസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആ സംസാരിച്ചതിനോട് പ്ലീസ് ചെയ്തുകൊണ്ടും എഗ്രി ചെയ്തുകൊണ്ടും സംസാരിക്കുമ്പോഴാണ് അതൊരു ഹെൽത്തി കോൺവെർസേഷൻ ആവുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന സെക്കൻഡ് സ്പീക്കർ അല്ലെങ്കിൽ ലിസണർ അതിനെ ഡിസഗ്രി ചെയ്ത് സംസാരിക്കുമ്പോൾ ദാറ്റ്സ് ലീഡ് ടു ആൻ ഡിബേറ്റ്. അതൊരു ഡിബേറ്റിലേക്ക് വഴിമാറും. അപ്പോൾ അതാണ് കോൺവെർസേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ കോൺവെർസേഷൻ. അതായത് ഇറ്റ്സ് എ ആർട്ട് ഓഫ് കോൺവെർസേഷൻ ടു ഫൈൻഡ് സംതിങ് ടു സേ ദാറ്റ് പ്ലേസസ് ദ അതർ പേഴ്സൺ. അപ്പോൾ കോൺവെർസേഷൻ്റെ ഒരു ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള സംസാരിക്കുന്ന ഒരാളെ പ്ലീസ് ചെയ്യാൻ, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ തക്കമുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതുപോലെ തന്നെ ദ ആർട്ട് ഓഫ് കോൺവെർസേഷൻ വുഡ് അപ്പിയർ ടു ബി ലേണിംഗ് ടു ബി പ്ലസൻറ്റ് ആൻഡ് എഗ്രിയബിൾ. ഒരു കോൺവെർസേഷൻ്റെ ഒരു ആർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിലൊരു കല എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്ലസൻറ്റ് ആൻഡ് എഗ്രിയബിൾ ടു അതർ പേഴ്സൺ. നമ്മൾ സംസാരിക്കുന്ന മറ്റുള്ള ഒരാളോട് നമ്മൾ പ്ലീസബിൾ ആയിരിക്കണം, പ്ലസൻറ്റും ആയിരിക്കണം, അതുപോലെ എഗ്രിയബിൾ അദ്ദേഹത്തോട് യോജിക്കുന്ന തരത്തിലും സംസാരിക്കണം. അതല്ലാതെ അതിനെ ഡിസഗ്രി ചെയ്ത് ഒരു വാദപ്രതിവാദത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് ലീഡ്സ് ടു ഡിബേറ്റ് പോലുള്ള വിഷയങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതുപോലുള്ള വേറൊരു കോമൺ ടോക്ക് അല്ലെങ്കിൽ സ്മോൾ ടോക്കിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എൻ്റർടൈൻമെൻറ്റ്, വിനോദം. അപ്പോൾ നമ്മുടെ വില്ലേജിലോ സിറ്റിയിലോ ഒക്കെയുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ, ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ, ടർഫ് പോലുള്ള പ്ലേസുകളൊക്കെ ഇതുപോലുള്ള സ്മോൾ ടോക്കിലേക്ക് എത്തും അല്ലേ. അവിടെ ചെന്നിട്ട് അവർ വിസിറ്റ് ചെയ്ത പ്ലേസ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത ഇവൻറ്റ്സിനൊക്കെ കുറിച്ച് ഷെയർ ചെയ്യുമ്പം അവിടെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതവിടെ ഒരു ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ അല്ല അവിടെ നിൽക്കുന്നത്. ഒരു ഡീപ്പ് ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യല്ല, പകരം അത് അവരുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കളിസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തെങ്കിലും ഒരു മാച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മാച്ച് ഇന്നതായിരുന്നു അല്ലെങ്കിൽ ആ മാച്ചിൽ ഇത്ര 6 അടിച്ചു, ഇത്ര 4 വന്നു എന്നൊക്കെ സംസാരിക്കുമ്പോൾ അതവിടെ ഒരു കാഷ്വൽ ടോക്കാണ്, അല്ലാതെ അത് ഒരു ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാതെ പകരം അവിടെ അവരുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ സമയത്താണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ പൊളിറ്റിക്സാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്മോൾ ടോക്കിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ. കുറച്ച് മുന്നാണ് നമ്മൾ ISR ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അതൊരു കോൺവെർസേഷൻ എന്തിലേക്ക് എത്തും, അത് ഹെൽത്തി കോൺവെർസേഷൻ ആവും. അവിടെ ടേൺ ടേക്കിംഗ് വരുമ്പോൾ അതൊരു ഹെൽത്തി കോൺവെർസേഷൻ ആയിട്ട് അത് നല്ല രീതിയിൽ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഹൗ ടു കോൺവേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാഷ്വൽ കോൺവെർസേഷൻ നടത്തുക, അല്ലെങ്കിൽ കാഷ്വൽ കോൺവെർസേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സെൻറ്റൻസ് എന്തൊക്കെയാണ്, അതുപോലെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രീറ്റിങ്സ്, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് പോലുള്ള നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഇൻഫോർമൽ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു കാഷ്വൽ കോൺവെർസേഷനിൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് ടു എ പേഴ്സൺ ഹു വി ഹാവ് നെവർ മെറ്റ് ബിഫോർ, നമ്മൾ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത, സംസാരിക്കാത്ത, ഒരു പരിചയമില്ലാത്ത ഒരാളെടുത്ത് നമുക്ക് നമ്മളെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മറ്റുള്ളവരെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം, അപ്പോൾ അതിനുപയോഗിക്കുന്ന ഫ്രേസ് എന്താണ്, അല്ലെങ്കിൽ അത്ര ഒരു ഇൻവിറ്റേഷൻ നമുക്ക് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, എങ്ങനെ അതിനെ ഡിക്ലൈൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ റിഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ഹൗ ഐ മേക്ക് എ ലീവ്, എങ്ങനെ ഞാനൊരു ലീവ് അതിൽ നിന്ന് പിന്മാറി നിൽക്കാം. അതുപോലെ ലാസ്റ്റ് പറഞ്ഞ സ്മോൾ ടോക്ക്, നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു സ്മോൾ ടോക്കിലേക്ക് ലീഡ് ചെയ്യുന്ന ചെറിയ ചെറിയ ടോപ്പിക്സ്, ഫുഡ് ഫോർ കോൺവെർസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, വെദർ, പേഴ്സണൽ മാറ്റേഴ്സ്, ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഇത്തരം കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആകുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻസ് അതിൽ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതാണ് ഇത്തരം ചെറിയ ഈ ടോപ്പിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. താങ്ക് യു.